ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. കായയുടെ കറയൊക്കെ മാറാൻ വേണ്ടി നമുക്കിങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കാം. കായ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ മാറി അത് കറുത്ത് പോകാതെ നല്ല രീതിയിൽ കിട്ടും. ഇനി ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അടുത്തതായി ഞാനിവിടെ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്. അടുത്തതായി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അടുത്തതായി 3 കഷ്ണം വെളുത്തുള്ളി കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമ്മൾ ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നതിനായിട്ട് കുറച്ച് ചെറിയുള്ളി കൂടി ചതച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് കൂടി തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കായ എടുത്ത് നന്നായിട്ട് കഴുകി നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു മൺചട്ടി തീയിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയൊക്കെ ചതച്ചതില്ലേ അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കായ ഇവിടെ 3/4 ഭാഗത്തോളം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി കുറച്ചുകൂടി ഒന്ന് വേകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കായയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കറി തീയേന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി തീയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും പത്തലമുളകും ഇട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയും പത്തലമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ തക്കാളിയും കായയും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ചാറുകറിയൊക്കെ തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ തക്കാളിയും കായയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു കറി തയ്യാറാക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കുക. സീ യു അഗെയിൻ. താങ്ക് യു.